വെൽക്കം ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. കുറച്ച് ക്ഷമയോടെ നിങ്ങളിതൊന്ന് കാണുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓൾറെഡി നമ്മുടെ കൂടെയുള്ള മഞ്ഞുപോലൊരു ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് സ്നേഹം. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും നിങ്ങൾ കൂടെ ഉള്ളതുപോലെ തന്നെ മുമ്പോട്ടേക്കും കൂടെ ഉണ്ടാവുക കേട്ടോ. ഒരുപാട് സ്നേഹം. അപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക, ഇപ്പം 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് പനി, ക്ഷീണം, വയ്യായിക കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെയാണ് സൗണ്ട് ഒന്ന് ശരിയായത്. ഇപ്പോഴും നല്ല രീതിയിൽ തൊണ്ടവേദനയുണ്ട്. ഇപ്പം ഇത്ര നേരം വിക്സ് ഗുളിക, ചുക്ക് കാപ്പി അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനുണ്ട്. ആ കൂടുതൽ തന്നെ കുറച്ച് വിഷമമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ആദ്യം തന്നെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കിട്ടി സുഹൃത്തുക്കളെ. ഫസ്റ്റ് യൂട്യൂബ് ഇൻകം നമുക്ക് കിട്ടി കേട്ടോ. ഒരുപാട് സന്തോഷം. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സാലറി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു ഫീൽ ഉണ്ടല്ലോ, അതേ ഒരു ഫീലായിരുന്നു ഇവിടെ. ഒരുപാട് സന്തോഷം. അത് എത്രയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യത്തില്ല, നിങ്ങൾ ചോദിക്കേണ്ട. വേറെ ഒന്നും കൊണ്ടല്ല, അത് പേഴ്സണലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് ഷെയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഒരു വ്യക്തിപരമായ തീരുമാനം. അത് ആ ഒരു എമൗണ്ട് ആരോടും പറയുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് വലിയ എമൗണ്ട് അല്ല, എന്നാൽ ഒരുപാട് കുറഞ്ഞ എമൗണ്ടും അല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു മിനിമം എമൗണ്ട് ആയിരിക്കും നമുക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് കിട്ടുക. അപ്പം ആ ഒരു നല്ലൊരു എമൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷം. മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പോകാനുള്ള പ്രചോദനമാണ് നമ്മുടെ ഈ വരുമാനം കിട്ടുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി പ്രഷ്യസ്. അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുവാണ്. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ ദൈവം കൂടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല അല്ലേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തോട് ഒരുപാട് നന്ദി. അതുപോലെ താൻ പാതി ദൈവം പാതിക്കാത്ത ദൈവത്തിൻ്റെ പാതയിൽ ദൈവം ചിലപ്പോൾ ഡയറക്റ്റ് വന്ന് പ്രവർത്തിക്കണം എന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താലും, എത്ര എഫോർട്ട് ഇട്ടാലും, എത്ര വേർപ്പൊഴിക്കാലും, ഇപ്പം നമ്മളൊരു ലൈവും കാര്യങ്ങളും, ഞാൻ ഏറ്റവും കൂടുതൽ ലൈവാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ലൈവിൽ കൂടെ തന്നെ മോണിയായ ഒരു ചാനലാണിത്. 2021 നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഞാൻ ചാനൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ബിക്കോസ് ഞാൻ ബാക്ക് ടു എൻ്റെ കരിയറിലേക്ക് പോയതുകൊണ്ട് തന്നെ ഞാനൊരു 4 മാസം മുന്നെയാണ് നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തത്. ആ ടൈം കൊണ്ടാണ് നമ്മുടെ ഒരു 3-3.5 മാസമായിട്ട് ദൈവം സഹായിച്ച് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ലെവലിലോട്ടായി. അപ്പോൾ ഞാൻ മോണി ആയിരുന്നോ അല്ലെങ്കിൽ പിൻ നമ്പർ കിട്ടിയെന്നൊക്കെ വലിയ ഇതിൽ ഞാൻ വീഡിയോസോ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ലൈവിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. എല്ലാം സംഭവിച്ച ലൈവിൽ കൂടെ തന്നെയാണ്. സന്തോഷങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും കരച്ചിലും എല്ലാം നിങ്ങൾ എന്നെ കണ്ടത് ലൈവിൽ കൂടെ തന്നെയല്ലേ അല്ലേ. അങ്ങനെ തന്നെയാണ്. അപ്പം ലൈവിൽ കൂടെ ജസ്റ്റ് പറഞ്ഞു പോയി. ഇന്നിപ്പോൾ ആദ്യത്തെ ഇൻകം കിട്ടുമ്പോഴെങ്കിലും ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തതാണ്. ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡായിട്ട് നന്ദി പറയണത്, ദൈവം പ്രവർത്തിക്കുന്നത് നല്ലവരായ ആൾക്കാരിൽ കൂടെയാണ്. ഈ മഞ്ഞു പോലൊരു ഫാമിലിയിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഞാൻ എപ്പോഴും പറയും, ക്വാണ്ടിറ്റി എന്നുള്ളതിനേക്കാൾ ക്വാളിറ്റി പീപ്പിൾ എന്ന് ഞാൻ പറയും. നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലിയാണ്. 6K സംതിങ് അത്രയും ആൾക്കാരെ നമുക്കിവിടെ ഉള്ളൂ. കൊച്ചു ചാനലാണ്. പക്ഷെ അതിനകത്തുള്ളതിനകത്ത് ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. ഒരുപാട് നിങ്ങൾ നമ്മുടെ ചാനലിൽ കൂട്ടാക്കിയ എല്ലാവരും, ഈച്ച് ആൻഡ് എവരി വൺ, മുമ്പോട്ടേക്ക് കൂട്ടാക്കാൻ പോകുന്ന എല്ലാവരും ഒരുപാട് സ്നേഹമുള്ളവരാണ്. സ്നേഹം കൊണ്ടാണ് നിങ്ങൾ കൂട്ടാക്കുന്നതെന്ന് അറിയാം. പക്ഷെ അതിനകത്തും ഒരുപാട് വിഷമമുള്ള സാഹചര്യങ്ങളുണ്ട്. അത് പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ സ്പെഷ്യലി നമ്മുടെ മോഡറേറ്റേഴ്സിനോട് നന്ദി പറഞ്ഞോട്ടെ. 4 മോഡറേറ്റേഴ്സാണ് നമുക്കുള്ളത്. ഒരുപാട് സ്നേഹം. എല്ലാ ദിവസവും അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പോലും സ്ഥിരമായിട്ട് നമ്മുടെ കൂടെയുള്ളവരുണ്ട്. സ്ഥിരമായിട്ട് കൂടെ വരാൻ പറ്റാത്തവരുണ്ട്. പക്ഷെ നമ്മുടെ കൂടെയുള്ള 4 മോഡറേറ്റേഴ്സ്, 4 ബ്ലൂ ഉള്ള ആൾക്കാർ, ഒരുപാട് അവരോട് നന്ദി പറയുകയാണ്. കാരണം ഓരോ നെഗറ്റീവ് കമൻസ് വരുമ്പോഴും, ഓരോ ചൊറിയുന്ന കമൻസ് വരുമ്പോഴും, ഓരോ ടീസിങ് കമൻസ് വരുമ്പോഴും, ഇൻസൾട്ടിങ് കമൻസ് വരുമ്പോഴും ഒക്കെ ഞാൻ കാണുന്നതിന് മുമ്പ് അത് ഡിലീറ്റ് ചെയ്യുന്ന അവരുടെ ആ ഒരു മനസ്സുണ്ടല്ലോ. അല്ലെങ്കിൽ ഇതൊരു ഫാമിലി വ്ളോഗാണ്, ഇവിടെ കേൾക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യങ്ങളും ഇവിടെ പെട്ടെന്ന് ആരും കാണണ്ടാന്ന് വരുമ്പോൾ സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടൈം ഔട്ട് കൊടുക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ. ഒരുപാട് സ്നേഹം കേട്ടോ. നിങ്ങൾ മോഡറേറ്റേഴ്സിനോടുള്ള നന്ദി എനിക്ക് എത്ര പറഞ്ഞാലും അതൊരു കടപ്പാടിൽ എന്താ പറയുക, പറഞ്ഞാൽ ഒതുക്കാൻ തീരുന്നൊരു കാര്യമല്ല. അപ്പം അത് ആ ഒരു കൂടപ്പിറപ്പുകളായതുകൊണ്ട് തന്നെ അവരോടൊന്ന് പറയേണ്ട കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് സ്നേഹം കേട്ടോ. അപ്പം നമ്മൾ യൂട്യൂബിൽ വന്ന ശേഷം ഞാൻ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പേരുടെ മുഖങ്ങൾ പൊഴിഞ്ഞു വീഴും. അല്ലെങ്കിൽ ഒരുപാട് പേര്, ഞാൻ എന്താ പറയുക, നമ്മൾ റിയൽ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ റിയൽ ആയിരിക്കണമെന്നില്ല. നമ്മൾ ഫേക്ക് എന്ന് കരുതുന്ന ആൾക്കാർ ഫേക്ക് ആയിരിക്കണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ എൻ്റെ ലൈവിൽ കൂടി ചിലപ്പോഴൊക്കെ ഞാൻ ചെറുതായിട്ട് പ്രതികരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഫേസ് കാണിച്ചില്ല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാൾ ഐഡിയിൽ ഫോട്ടോ ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ ഫേക്ക് ആവണമെന്നില്ല. പക്ഷെ നമ്മൾ റിയൽ ഫേസ് കാണിച്ചിട്ട് വരുന്ന ആൾക്കാർ അവർ റിയൽ ആവണം എന്നുമില്ല.
അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ആൾക്കാർ, അയ്യോ മഞ്ഞു, അയ്യോ ജീന നീ അടിപൊളിയാണ്, അല്ലെങ്കിൽ നിന്റെ ചാനൽ അടിപൊളിയാണ്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ഇതായിട്ട് അവള് ഭയങ്കര ഇതായിട്ട് അവളെ ചാനലിൽ കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെ സ്നേഹത്തോടെ പറയുന്ന ആൾക്കാർ നമ്മൾ മാറിക്കഴിയുമ്പോൾ ഈ ബാക്ക് സ്റ്റാബിംഗ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട് അല്ലേ. അത് പലയിടത്തും ഈ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ നടക്കുന്നതാണ്, ഈ ഇന്റേണൽ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ. എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് എന്താ പറയുക, വളർന്നു വരാൻ ശ്രമിക്കുന്നതിനെയൊക്കെ മുളയിലെ നുള്ളിക്കളയുക എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് സാമ്രാജ്യത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് വരെ പുതുതായിട്ട് ഒരു യൂട്യൂബായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരാളെന്ന് തോന്നുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പുതുതായിട്ട് വരുന്ന ഒരാളെന്ന് തോന്നുമ്പോഴോ ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കാറുണ്ട്. ഇവിടെ ചില ആൾക്കാർ ചിലപ്പോൾ തമാശയ്ക്കാണ് കളിയാക്കിയാണ് പറയുന്നുണ്ട്, ജീന ചിലർ പറയും ജിയുടെ പൊന്ന എന്നുള്ള വിളി കേട്ട് കഴിഞ്ഞാൽ അത് മതി, ഒരുപാട് സന്തോഷവും സമാധാനം കിട്ടുന്നത്, ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവളുടെ പൊന്ന എന്നുള്ള വിളി കേട്ടാൽ മതി എന്ന് കളിയാക്കി പറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം എന്തൊരു കാര്യം ചെയ്താലും, ഇപ്പൊ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ചാനൽ ഒരു കുറ്റം കണ്ടുപിടിക്കാനില്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ഒരു കുറ്റം ആക്കി തീർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ചിലയിടത്ത് വളരെ പ്രൗഡായിട്ട് ഞാൻ അവളെ ഇന്ന് ലൈവിൽ കളിയാക്കി എന്നൊക്കെ ഭയങ്കര അഭിമാനത്തോടെ മറ്റൊരു ലൈവിൽ പോയി പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പലതും ഞാൻ കാണാറില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ചൊറിയുന്നവരോടും ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരോടും കളിയാക്കാൻ ശ്രമിക്കുന്നവരോടും ഒക്കെ ആയിട്ട് ഞാൻ പറയുവാണ്, എനിക്ക് നിങ്ങളെ വേറെ എവിടെയെങ്കിലും പോയി കളിയാക്കിയാലോ അല്ലെങ്കിൽ ചൊറിയാൻ ശ്രമിച്ചാലോ നമ്മളെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചാലോ ഒന്നും കാണാൻ പറ്റിയൊരു സാഹചര്യമല്ല. കാരണം ഞാൻ എന്താ പറയുക, നമ്മളൊരു ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്ന ആൾക്കാരല്ല. ചില ആൾക്കാർ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, വേറെ പണിയൊന്നും ഈ ലൈവ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനത് അധികം കണ്ടിട്ടില്ല, എൻ്റെ മോഡറേറ്റേഴ്സ് എടുത്ത് കളയുന്നത് കൊണ്ട്. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ, എനിക്ക് പകരം ഓൺലൈൻ വർക്കുണ്ട്, കുടുംബത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇവിടെ ഹസ്ബൻഡുണ്ട്, കുഞ്ഞുണ്ട്, നമുക്ക് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊന്നും നമ്മുടെ കൂടെയില്ല. അപ്പം എന്താ പറയുക, ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫ് കൂടുതലായിട്ട് ഇവിടെ തുറന്നു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പേഴ്സണൽ ലൈഫിനെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണലായി പോകും, കുറച്ച് വിഷമമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എനിക്ക് അതിപ്പോൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മുമ്പോട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പങ്കുവയ്ക്കുമായിരിക്കും. പക്ഷെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു പ്രശ്നം അറിഞ്ഞിട്ട് അത് കേട്ട് ചിരിക്കാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എത്ര കരഞ്ഞാലും അത് ഞാൻ മറ്റൊരാളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് അത് കേട്ട് മറ്റൊരാൾ ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലെ എൻ്റെ പ്രശ്നങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഞാൻ സെൽഫായിട്ട് ഒതുക്കി വെച്ചിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം നിങ്ങളുടെ ഒപ്പം ഫാമിലി, നമ്മുടെ മഞ്ഞുപോലൊരു ഫാമിലിയിൽ എൻജോയ് ചെയ്യാൻ വന്ന് ലൈവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും നമ്മുടെ ചാനൽ മോണിയായ ശേഷവും ഞാൻ വീണ്ടും ലൈവ് ചെയ്യാൻ വരുന്നത് നമ്മുടെ പഴയ ടൈമിൽ തന്നെ, രാത്രിയിൽ തന്നെ ഞാൻ മണിക്കൂറുകൾ ഇരുന്ന് ലൈവ് ചെയ്യുന്നത് എനിക്ക് പ്രാന്തായിട്ടല്ല. അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്, ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നുണ്ട്, ഒരു ഐക്യം ഉണ്ടാവുന്നുണ്ട്. അതിനിടയ്ക്ക് അത് തകർക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് മുമ്പ് ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ചാനലിൽ മാത്രമല്ല, നമ്മൾ പെൺകുട്ടികൾ ഇരിക്കുന്ന ഒരുപാട് ചാനലുകളിൽ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ പേര് അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. ഇന്ന് വരെ ഞാൻ ആദ്യം പേരെടുത്ത് പ്രതികരിക്കാൻ നിന്നിട്ടില്ല. ഇന്ന് എനിക്ക് കുറച്ച് പേര് അയച്ചു തന്ന സ്ക്രീൻഷോട്ട്സ് കണ്ട് സത്യം പറയാൻ എനിക്ക് വിഷമം തോന്നി കേട്ടോ. ഞാൻ ആ ആൾക്കാർക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്, വ്യക്തിപരമായി ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് ഞാൻ ഇപ്പോഴും മറുപടി കൊടുത്തിട്ടില്ല, കാരണം അത് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും എല്ലാ ആൾക്കാരുടെ അടുത്ത് ഒരു യെല്ലോ ഹേർട്ട് കൊടുക്കാറുണ്ട്. എല്ലാവരും ഇതെന്നാന്ന് ചോദിക്കും, മഞ്ഞിൻ്റെ ഹൃദയം മഞ്ഞ പോലെ അല്ലെ, അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. അതിൻ്റെതായ മീനിങ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാനത് പറയണില്ല. ഞാൻ നമ്മളെ കളിയാക്കുവാണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഫേക്ക് ആണെന്ന് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് വരെ പോയിട്ട് ഞാൻ യെല്ലോ ഹേർട്ട് കൊടുക്കാറുണ്ട്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ പൊട്ടിയാക്കിക്കൊണ്ടിരിക്കുവാന്ന് നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ അവിടെ അത് റിയാക്ട് ചെയ്യാത്തത് നമ്മുടെ എന്താ പറയുക ഗതികേടോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ അറിയത്തില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, നമ്മുടെ മാന്യതയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് പ്രതികരിക്കാം, എല്ലാവർക്കും പ്രതികരിക്കാം. എല്ലാവർക്കും നാവുണ്ട്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പം എന്താ പറയുക, നമ്മൾ ഈ പാലക്കാർ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, നിങ്ങൾ അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, അറിയാവുന്നവർക്ക് നല്ല ഏത് നാട്ടിലാണെങ്കിലും അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള പിള്ളേർക്കാണെങ്കിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടപ്പിക്കുന്ന രീതിയിൽ നല്ല മറുപടി കൊടുക്കാൻ അറിയായിരിക്കും. പക്ഷെ ഒരു ലൈവിലോ ഒരു പബ്ലിക്കിലും ആളുകളുടെ മുന്നിലോ നമ്മളിത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എന്തിനാണ് നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഒരു മോശം വാക്ക് പറഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പിന്നെ അത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഇവിടെ ചീത്ത പറയുന്ന എല്ലാ മനുഷ്യരും ചീത്തയല്ല, ആ ഒരു സത്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
ഇപ്പം ചില ആൾക്കാർ വളരെ മാന്യമായി സംസാരിച്ചുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പും പാരയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഈ പറയുന്ന ആൾക്കാർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കും അങ്ങനെയല്ല കേട്ടോ, മഞ്ഞൂടെ നമ്മൾ അങ്ങനെയല്ല, അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം എല്ലാ ടൈപ്പ് ആൾക്കാരെയും നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഈ ചൊറിയാൻ വരുന്നവരോടും കളിയാക്കാൻ വരുന്നവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തിട്ടാണോ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്? അറിയാൻ വേണ്ടി ചോദിക്കുക. എനിക്കിവിടെ ഒരു നേരത്തെ കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ചോറ് ഞാൻ കഴിക്കണമെങ്കിൽ നിങ്ങളുടെ ആരുടെയും പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടാണോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത്? ഞാനിവിടെ ഇരുന്ന് എൻ്റെ ആരോഗ്യം കളഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ഉറക്കമടച്ച് ഞാനിവിടെ ഇരുന്ന് വായിട്ടടച്ച് സംസാരിച്ചിട്ട് അത് കാണുന്ന ആൾക്കാരാണ് അല്ലേ? അത് കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടെ നിന്നോട്ടെ. അപ്പം അങ്ങനത്തെ ആൾക്കാരിലേക്കും കൂടെ എന്താ പറയുക, ഈ ഇങ്ങനെ വിഷം ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ മറ്റൊരു ലൈവിൽ നമ്മളെ താഴ്ത്തി കെട്ടി പറയുന്നത് കൊണ്ട് അവിടെ എന്തോ ആളാവും എന്ന് ശ്രമിച്ച് വിചാരിക്കുന്ന ഐഡീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞു അവിടെ നിന്ന് ഇതൊന്നും കേൾക്കുന്നില്ലായിരിക്കും. മഞ്ഞുവിനെ അറിയുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ നമ്മളിത് അറിയിക്കും. എന്ന് വെച്ചാൽ അത് പോയി വഴക്കുണ്ടാക്കാനോ ബഹളം വെക്കാനോ ഒന്നും അല്ല, മഞ്ഞു അത് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, വേറൊന്നും കൊണ്ടല്ല. മഞ്ഞു എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നൊരു പൊതുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ശരിയാണ്, മഞ്ഞുവിൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും മഞ്ഞു സ്നേഹത്തോടെ പെരുമാറുന്നേ. ചേട്ടാ, ചേച്ചി, അനിയ, അനിയത്തി അല്ലെങ്കിൽ പൊന്ന എന്ന് വിളിച്ച് സ്നേഹത്തോട് തന്നെയാണ് പെരുമാറുന്നേ. അത് നല്ല രീതിയിൽ അടികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടാറുണ്ട്. അതറിഞ്ഞിട്ടും ചില കാര്യങ്ങൾ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകുന്നത് തന്നെയാണ് മക്കളെ. കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ ആബ്സെൻസിൽ നമ്മളെ മോശം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ലൈവിലോട് ചെല്ലുമ്പോൾ അച്ചൂടാന്ന് പറഞ്ഞ് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഡിയർ ക്രിയേറ്റേഴ്സ്, ഡിയർ ഐഡീസ്, നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാ ആൾക്കാരും റിയൽ അല്ല എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ചീത്ത എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ചീത്ത ആയിരിക്കണമെന്നില്ല. അപ്പം നമ്മൾ ആളുകളുടെ സംസാര രീതി വെച്ചിട്ടും ആളുകളുടെ പെരുമാറ്റ രീതി വെച്ചിട്ടും തന്നെയാണ് നമ്മൾ ആളുകളെ വിലയിരുത്തുന്നത്. പക്ഷേ അങ്ങനെയും ഫേക്കായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. വളരെ പോളിഷ്ഡ് ആയിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ട് ഫേക്ക് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് യൂട്യൂബിൽ കണ്ടുമുട്ടാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അഭിനയിച്ചുകൊണ്ടേ ഇരുന്നു. മനുഷ്യൻ എപ്പോഴെങ്കിലുമൊക്കെ റിയൽ ആവണം കേട്ടോ. റിയൽ ലൈഫിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുന്നിൽ നമ്മൾ എന്താണോ അങ്ങനെ തന്നെ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ വളരെ ഫേക്ക് ആയിട്ടുള്ള മാസ്ക് ഇട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊരു പെൺകുട്ടിയെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തി കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടോ നിങ്ങളൊന്നും നേടാനില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ചില ലൈവിലൊക്കെ കൊച്ചും കൂടി ഇവിടെ ഇരിക്കാറുണ്ട്. കൊച്ചിനെ കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ കൊച്ചിൻ്റെ ഒച്ച നിങ്ങൾ കേൾക്കാറുണ്ട്. ആ കുഞ്ഞു കൊച്ചിനെ വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യണം, ഓൺലൈൻ വർക്കുകൾ ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടേതായ പേഴ്സണൽ പ്രശ്നങ്ങൾ 100 ഉണ്ട്. പിന്നെ ഞാൻ ഈ ചാനലിൽ ഇപ്പോൾ നമുക്കിപ്പോൾ വരുമാനമായി എന്നുള്ള കാര്യം ഈ പറഞ്ഞുകൊണ്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഹാപ്പിയസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്തതും വേറൊന്നും കൊണ്ടല്ല. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് നേരിട്ടും അല്ലാതെയൊക്കെ എന്തിനാണ് ഈ ചാനലും കൊണ്ടിരിക്കുന്നത്, കരിയർ ഫോക്കസ് ചെയ്ത് പോയാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ ജോബ് നിർത്തിയിട്ട് ഈ ചാനലും കൊണ്ടിരുന്ന സമയത്ത് അതെന്ത് വട്ടായിരുന്നു ജോലി നിർത്താമെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. ശരിയാണ്, ജോലി കളയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എനിക്ക് 32 വയസ്സായി. ഞാൻ എൻ്റെ കുറേ ആഗ്രഹങ്ങൾ, എൻ്റെ സെൽഫായിട്ടുള്ള ഡ്രീംസ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റൊരാളുടെ ചാനൽ ശല്യപ്പെടുത്താനോ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാനോ ഒരു ഐഡിക്കോ ഒരു ചാനലിനോ ഭീഷണിയായിട്ട് വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ എനിക്ക് ജീവിക്കാൻ വേണ്ടി ഈ യൂട്യൂബിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ എൻ്റെ കുടുംബം നോക്കാനായിട്ട് യൂട്യൂബിലോട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് അധ്വാനിച്ചേ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് ആരും കൊണ്ടുവന്ന് തന്നിട്ട് ഞാൻ ജീവിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധ്വാനിച്ച് എന്താ നമ്മൾ എല്ലും മുറിയെ പണിയെടുത്ത് നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ബാധ്യതകൾ തീർക്കാനും നമ്മുടെ പ്രാരാബ്ദങ്ങൾ തീർക്കാനും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റാനുമായിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത്. അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. ഞാൻ ഒരു സൈലന്റ് ലൈവ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ ജസ്റ്റ് ടുഗദർ ലൈവിൽ എനിക്ക് വയ്യാണ്ടിരുന്നപ്പോൾ ഒരാൾ കയറാൻ പറഞ്ഞപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ടുഗദർ ലൈവിൽ ഫേസ് കാണിക്കാതെ കയറി. അപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, എനിക്ക് എത്ര വയ്യായിക ഉള്ളപ്പോഴും അല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ പോലും ഞാൻ ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അത്രയും എൻജോയ് ചെയ്താണ് ഞാനിവിടെ ചെയ്യുന്നത്, അത്രയും സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. മോണിറ്റൈസേഷൻ ആയ ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പ് അതാവാനുള്ള ശ്രമമായിരുന്നു. അത് ആയ ശേഷം നമ്മളത് സന്തോഷിച്ച് എന്താ പറയുക, കൂടെയുള്ള ആൾക്കാരെ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് ഈ മഞ്ഞുപോലൊരു ഫാമിലിയിലെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, ഒരുപാട് നല്ല ക്വാളിറ്റി പീപ്പിൾ ഉണ്ട്. ആ ആൾക്കാരെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുതുതായിട്ട് നമ്മുടെ കൂടെ വരുന്ന ഓരോ ആൾക്കാരും ഒത്തിരി നല്ല ആൾക്കാരുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരുപാട് യൂട്യൂബിൽ നിന്ന് കണ്ടുമുട്ടിയ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അതിനൊപ്പം തന്നെ
ഒരുപാട് ദുഷ്ട ചിന്താഗതികൾ ഉള്ളിൽ വെച്ച് പുലർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ എന്താണ് അവരുടെ ഉള്ളിലെ പ്രശ്നമുള്ളത് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞു തരാം. ആരുടെയും ചാനലിന്റെ ഭീഷണിയായിട്ടോ അല്ലെങ്കിൽ ആരുടെയും ചാനലിനെ എന്താ പറയുക, ആരുടെയും ചാനൽ വളരാതിരിക്കാനോ ഒന്നും അല്ല നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നമുക്കൊന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് വരെ പോയി മറ്റൊരാളെ പറ്റി മോശം പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ആ ഒരു ഐഡി അല്ലെങ്കിൽ ആ ഒരാൾ അവിടെ ആ ഒരു ചാനലിൽ, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെയും കാര്യത്തിൽ ഇടപെടാൻ പോയിട്ടില്ല ഇന്ന് വരെ. പക്ഷെ ഞാൻ അവിടെ എന്നെപ്പറ്റി അത്രയും മോശമായി സംസാരിക്കുന്നു എന്ന് തോന്നിയെങ്കിൽ മാത്രമേ ഞാൻ അവിടെ പോയി പ്രതികരിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഒരിടത്തും പോയി ഞാൻ പ്രതികരിക്കാൻ നിന്നിട്ടില്ല. അതും ഒരു തവണ പ്രതികരിക്കും, അതിനപ്പുറത്തേക്ക് ഞാൻ ആ ചാനലിൽ പ്രതികരിക്കാൻ പോകത്തില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, മറ്റൊരാളുടെ ലൈവാണ്. ആ ഒരാളുടെ ലൈവ് സ്പോയിൽ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എത്ര എഫോർട്ട് ഇട്ടാണ് ഒരു ലൈവ് ചെയ്യുന്നത് എനിക്കറിയാം. ഒരാളൊരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കും വന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം എൻ്റെ കുറവുകൾ എന്താണ് അല്ലെങ്കിൽ എൻ്റെ പോസിറ്റീവ്സ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ എന്നാ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അവളുടെ മൂഡ് ഒന്ന് സ്പോയിൽ ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ച് വരുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് കാണിച്ചൊന്നും ചോദിക്കാൻ ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഞാൻ പറയാം, അതുകൊണ്ട് തന്നെയാണ് പേഴ്സണൽ ലൈഫ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്തത് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ ചിരിച്ചു കളിച്ചിരുന്ന് വന്ന് സംസാരിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടും ഒന്നും നമ്മുടെ ഒന്നും ലൈഫിൽ വിഷമമില്ല എന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത് കേട്ടോ. അമ്മ അതിൽ കരച്ചിലൊക്കെ കരഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ലൈവ് കൊണ്ടും ചാനൽ കൊണ്ടും മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമുക്കൊക്കെയാണ് എന്താ പറയാ, ഒരുപാട് പേര് ലൈഫ് അവസാനിപ്പിച്ച് കാണാറുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പണ്ടേ ലൈഫ് അവസാനിപ്പിക്കേണ്ട ആളൊക്കെയാണ് ഞാനും. പക്ഷെ അതൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടും അല്ലെങ്കിൽ എനിക്കൊരു കൊച്ചുണ്ടെന്നുള്ള ബോധ്യം കൊണ്ടുമാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം വീണ്ടും പറയാം. ഞാൻ ചില ആൾക്കാർ രാത്രി വന്ന് ലൈവ് ചെയ്താൽ ഉടനെ കുറേ വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് എന്താ പറയാം, നമ്മൾ രാത്രി ഇരുന്ന് നമുക്ക് ലൈവ് ചെയ്യണമെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഈ ലൈവ് ഇപ്പം ഞാൻ രാത്രി വന്നിരുന്ന് ലൈവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ അറിയാം ഞാൻ എന്ത് സംസാരിക്കും എന്നുള്ളത്, ഏത് ഭാഷയിൽ സംസാരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് എൻ്റെ പാർട്ട്ണർക്ക് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹം എന്നും എൻ്റെ ലൈവ് കാണുന്ന ഒരാളല്ല. കാണുന്ന സമയമുണ്ട്, കാണാത്ത സമയമുണ്ട്. ഞാൻ എന്ത് സംസാരിക്കുന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതല്ലെങ്കിൽ ഈ മഞ്ഞുപോലൊരു ഫാമിലിയിൽ ഞാൻ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആളുകളെ പറ്റി എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ബോധ്യമുണ്ട്. ഇടയ്ക്ക് വന്ന് കയറുന്ന ആൾക്കാരെ പറ്റി അല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ചുറ്റും വന്ന് ആ ഫാമിലി വ്ളോഗ് ആ രാത്രിക്ക് ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ നിൽക്കുന്ന ത്രൂ ഔട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ എത്ര നല്ലവരാണെന്നുള്ള ബോധ്യം എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ കൂടെ നമ്മൾ ഒരാളെ ചേട്ടാന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ കൂടപ്പറപ്പായിട്ട് കാണുന്നത് നമ്മൾ ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ബഹുമാനവും അങ്ങോട്ട് കൊടുത്തിട്ടാണ്. അത് തിരിച്ച് അതിനേക്കാൾ 100 ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് തരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരംശം പോലും തിരിച്ചു വരാതെ നമുക്ക് തിരിഞ്ഞു കൊത്തുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് ആൾക്കാർക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ രാത്രി വന്ന് ലൈവ് ചെയ്യുമ്പോഴും നമ്മളെ സംരക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ട്. സ്പെഷ്യലി എന്താ പറയുക, നമുക്കൊരു നമ്മുടെ കണ്ണ് നിറയാതെ, നമ്മുടെ സ്വരം ഇടറാതെ, നമ്മൾ വിഷമിക്കാതെ നമ്മുടെ ലൈവ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികൾ എൻ്റെ ലൈവിൽ വന്ന് പോകാറുണ്ട്, അല്ലെങ്കിൽ ലൈവിൽ ത്രൂ ഔട്ട് നിൽക്കാറുണ്ട്. ആ ആൾക്കാരുണ്ടെന്നുള്ള ബോധ്യം എൻ്റെ വീട്ടുകാർക്കും ഉള്ളത് കൊണ്ടാണ്. എൻ്റെ വീട്ടുകാരെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞിന് അറിവായിട്ടില്ല ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് ലൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ മുന്നോട്ടേക്ക് ചെയ്യും. അത് നല്ല കുറച്ച് വിശ്വാസത്തോടെ തന്നെ ചെയ്യും. കാരണം ദൈവം നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള മറുപടി ദൈവം നല്ല നല്ല ആൾക്കാരിലൂടെയും നമുക്ക് യൂട്യൂബിൻ്റെ ഒരു വരുമാനത്തിൽ കൂടെയും ദൈവം തരുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് നമ്മളിനി കൂടുതൽ മാക്സിമം വീഡിയോസ് ചെയ്യും, ഇനിയും ലൈവുകൾ ചെയ്യും. നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള പ്രോത്സാഹനം മുന്നോട്ടേക്കും ഇനിയും തരണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഈ ചൊറിയുന്ന ആൾക്കാരോടും മറ്റുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയുന്നവരോടും ഒരു ചാനലിനെ താഴ്ത്തിക്കെട്ടി മറ്റൊരു ചാനലിനെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നവരോടും ഒക്കെയാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങൾ മറ്റൊരാളുടെ അവസ്ഥയെ മനസ്സിലാക്കാതെ ദയവേത് നിങ്ങൾ ഓരോ പ്രവൃത്തികൾ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളെ വിഷമിപ്പിച്ചുകൊണ്ടോ മറ്റൊരാളുടെ കണ്ണ് നിറച്ചതുകൊണ്ടോ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുമായിരിക്കും. അങ്ങനത്തെ സൈക്കോ സന്തോഷങ്ങൾ വെച്ച് പുലർത്താതിരിക്കുക കേട്ടോ. അതിന് സൈക്കോ സന്തോഷങ്ങൾ വെച്ച് പുലർത്താതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഒരു മനുഷ്യനെയും കണ്ണീര് വീഴ്ത്തിയിട്ട് ആരും ഇന്നുവരെ ജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാവും. ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ തിരിഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ പറയുവാണ്. കാരണം ഞാൻ ഒരു കുഞ്ഞു കൊച്ചിനെ വെച്ച് കഷ്ടപ്പെട്ട് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പം അതിനിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരോട് തന്നെയാണ് ഇത് പറയുന്നത് കേട്ടോ. അത് അവരോട് തന്നെയാണ് പറയുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എനിക്കറിയാം. പക്ഷെ അതിന് ഞാനിപ്പോൾ കയറി പ്രതികരിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കയറി പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അയ്യോ ചേച്ചി അത് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അനീതി കൂട്ടി അത് പറയണ്ടായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റൊരാളുടെ പ്രശ്നം ഞാനിവിടെ അഡ്രസ്സ് ചെയ്യാതെ ഞാൻ എൻ്റെ പ്രശ്നങ്ങളാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ദയവേത് നിങ്ങൾ എൻ്റെ ചാനൽ കാണാതെ നിങ്ങൾക്ക് അങ്ങ് പോവാം. അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പുകളിലോ പേഴ്സണൽ ചാറ്റുകളിലോ ചിലപ്പോൾ മഞ്ഞുവിനെ പറ്റിയോ അല്ലെങ്കിൽ മഞ്ഞു പോലൊരു ഫാമിലിയെ പറ്റിയോ ജീനയെ പറ്റിയോ കുറ്റം പറയാം. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയാമെന്നേ.
നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, നിങ്ങൾക്ക് നമ്മളെ പറ്റി അറിയത്തില്ലല്ലോ, നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് അങ്ങ് പറയാം. പക്ഷെ നിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമ്മളത് അറിയും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇതുവരെ നമ്മൾ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇനി മുമ്പോട്ടേക്കെന്നും ഞാൻ പറയുവാണ് കേട്ടോ. കാരണം ഞാൻ നല്ലോണം പ്രതികരണശേഷിയുള്ള ഒരു കൊച്ചാണ്. ഞാൻ മുമ്പ് കരഞ്ഞൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കരയാറുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ലൈവിൽ കരഞ്ഞിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നല്ല രീതിയിൽ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു, പലരുടെയും ഇറക്കി വിടലുകളും അതിൽ പല പെൺകുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ. അപ്പം കഴിഞ്ഞ ദിവസം അങ്ങനെ പ്രശ്നമൊക്കെ നടന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ വന്ന് പറഞ്ഞുകൂടാന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു രാത്രി ഞാൻ ശരിക്കും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. കാരണം കറന്റ് റീസെൻ്റ്ലി നടന്ന പല കാര്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുമുണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ അപ്പോഴും അത് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നത്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ, രക്തബന്ധങ്ങളോ അല്ലാത്ത ബന്ധങ്ങളോ എന്തും ആയിക്കോട്ടെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ബന്ധങ്ങൾക്ക് അവർക്ക് ആർക്കും ഒരു വിഷമം ഉണ്ടാവേണ്ട, സങ്കടം ഉണ്ടാവേണ്ട, നമ്മളായിട്ട് മറ്റൊരാളുടെ കണ്ണ് നിറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിലും വന്നിട്ട് എന്നെപ്പറ്റി മോശമായിട്ട് പറയുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് മോശമായി പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ അത് വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മുടെ മഞ്ഞുപോലെ ഒരു ഫാമിലിയിലെ എൻ്റെ മോഡറേറ്റേഴ്സിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കൂടപ്പിറപ്പുകളെ പോലെ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആൾക്കാരെ കാണുമ്പോഴേക്ക് ചൊറിയാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്നാൽ അവരെയും കൂടി ഒന്ന് കളിയാക്കി വിട്ടേക്കാം, ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഒന്ന് അറ്റാക്ക് ചെയ്ത് വിട്ടേക്കാം എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അത് പല ആൾക്കാരും നമ്മുടെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അവരെപ്പോഴും അവർ പറയും ഇതിന് പ്രതികരിക്കാൻ നമുക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല, അപ്പോഴും മഞ്ഞുവിനെ ഓർത്തിട്ടാണ്. അത് അവരുടെ നല്ല മനസ്സാണ് കേട്ടോ. അവർക്ക് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ ചില ആൾക്കാരുടെ ഒരു ഭാഷയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന ഒരു ചില അവരുടേതായ ഭാഷ, നമ്മളെ കളിയാക്കുന്നതിനൊക്കെ അവരുടേതായ ഭാഷയിൽ എന്തോ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയുവാണ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതേ നാണയത്തിൽ, അല്ലെങ്കിൽ അതിന് 100 ഇരട്ടിയായിട്ട് നിങ്ങളുടെ വാ അടഞ്ഞു പോകുന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുന്ന രീതിക്ക് മറുപടി പറയാൻ എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾ കളിയാക്കി വിടുന്ന ആളുകൾക്കോ അറിയത്തില്ലാഞ്ഞിട്ടൊന്നും അല്ല. അവരവരുടെ കൾച്ചർ കാണിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ അവിടെ നിങ്ങളിരുന്നിങ്ങനെ അയ്യോ ഞാൻ അവരെ കളിയാക്കി, അല്ലെങ്കിൽ ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ ആളുകളുടെ മുമ്പിൽ ഞാൻ വലിയ ആളായി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ശരിക്കും ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ ഒന്നും അല്ലാണ്ടാവുകയാണ്. നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾ ഒന്നും അല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു മനുഷ്യനെ മറ്റൊരാളുടെ മുമ്പിൽ താഴ്ത്തി കെട്ടി കാണിക്കുന്നത് കൊണ്ടോ, നമ്മുടെ ചാനൽ താഴ്ത്തിക്കൊണ്ട് മറ്റൊരു ചാനലിൽ ഉയർത്തിക്കൊണ്ട് വരാമെന്ന് ശ്രമിക്കുന്നത് കൊണ്ടോ ഒന്നും നിങ്ങൾ അവിടെ വലിയവനാവുകയല്ല ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ കണ്ടുമുട്ടിട്ടുള്ള കുറേ ആൾക്കാർ, കുറേ നല്ല മനുഷ്യർ, കുറേ ആൾക്കാർ ചാനൽ നിർത്തി പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ചാനലിൽ നിന്ന് പിൻവാങ്ങി പോകാനൊക്കെ ശ്രമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് നന്മയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർത്തി പോകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും കേട്ടോ. അപ്പോൾ മുമ്പോട്ടേക്കുള്ള എൻ്റെ വീഡിയോസ് ഇനി തീർച്ചയായിട്ടും ഞാൻ നല്ല രീതിയിൽ ബോൾഡായിട്ട് പ്രതികരിക്കും എന്ന് തന്നെ ഞാൻ പറയുവാണ്. ഇനിയും ചൊറിയുന്ന ഐഡിയകളോ ഇനിയും നമുക്കെതിരെ പറയുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ആളുകളുടെ പേരെടുത്ത് തന്നെ ഞാൻ വളരെ വ്യക്തമായി പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലാകും എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് അത്രയും വേദന എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാനിവിടെ കരഞ്ഞും നിലവിളിച്ചൊന്നും ഞാൻ കാര്യങ്ങൾ പറയത്തില്ല. എനിക്ക് ബോൾഡായിട്ട് സംസാരിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഞാൻ ഇപ്പോഴും എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്തത്. ചിലപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ വീഡിയോ കുറച്ച് വൈറലാവുമായിരിക്കും. 4 ആളുകൾ കൂടുതൽ കയറി കാണുമായിരിക്കും. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊന്നും ഇപ്പം ആളുകൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാത്തത്. അതൊക്കെ ഒരു സമയമാവും എന്ന് തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഞാൻ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. സോഷ്യലി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഒരുപാട് സ്നേഹം. ഇതുവരെ മഞ്ഞുപോലെ ഒരു ഫാമിലിയുടെ കൂടെയുള്ള ആൾക്കാരെ മുമ്പോട്ടും ഇനിയും ഉണ്ടാവുക. ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ നിലപാടുകൾ അന്നും ഇന്നും ഒന്ന് തന്നെയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ അതിന് എനിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ആൾക്കാർ കൂടെ നിൽക്കുക. പിന്നെ നമ്മളൊരു ചാനലിൽ വരുമ്പോൾ ഞാൻ ക്രിയേറ്റേഴ്സിനോടാണ്, നമ്മളൊരു ചാനലിൽ വന്നു കഴിയുമ്പോൾ ഒരാൾ വന്നു കഴിയുമ്പോൾ അവരെ ഇഷ്ടമല്ലെങ്കിൽ അത് ഇഷ്ടമല്ല തന്നെ അങ്ങ് പറഞ്ഞേക്ക് കേട്ടോ. അതാണ് നല്ല കാര്യം. അപ്പോൾ പിന്നെ അവർക്ക് അവിടെ വരാതിരിക്കാൻ പറ്റും. അല്ലാണ്ട് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ട് മാറി നിന്ന് മോശം പറയുന്നതിനേക്കാളും നല്ലത് എപ്പോഴും അതാണ്. നമ്മളെപ്പോഴും എന്താ പറയുക, നേരെ പോ എന്നുള്ള രീതിയിൽ ജീവിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയുക. ഇഷ്ടമല്ലാത്തതിന് കാരണം പറഞ്ഞാൽ ഒഴിവാക്കിയേക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനലിൽ വന്നിട്ട് ആർക്കെങ്കിലും ടൈം ഔട്ട് ഇന്ന് വരെ മഞ്ഞുപോലെ ഒരു ഫാമിലിയിൽ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേട് പറയുന്നവർക്ക് മാത്രമായിരിക്കും, അല്ലാത്തവർക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. വൃത്തികേടോ ഒരു ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റാത്തതായിട്ടുള്ള അസഭ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ചൊറിയുന്ന കാര്യങ്ങളോ ഫാമിലിയിലുള്ള ആൾക്കാരെ പരസ്പരം തമ്മിൽ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മാത്രമാണ് അവിടെ ടൈം ഔട്ട് കൊടുത്തു വിട്ടിട്ടുള്ളത്. അല്ലാണ്ട് ഒരു മനുഷ്യർക്ക് നമ്മൾ ടൈം ഔട്ട് കൊടുക്കാറില്ല. കാരണം നമുക്ക് എത്രയോ ഐഡീസ് ഫേസ് കാണിക്കാതെ പേരില്ലാതെ പല
പല പേരിട്ട് വരുന്നുണ്ട്. അവരൊക്കെ ഇപ്പോഴും മഞ്ഞു പോലൊരു ഫാമിലി നിൽക്കുന്നുണ്ട്, മുന്നോട്ടേക്ക് നിൽക്കും. അത് ഇതുവരെ മോശമായിട്ടൊരു പ്രവണത നമ്മൾ കാണാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം ദയവേത് മനസ്സിലാക്കുക, മഞ്ഞു പോലൊരു ഫാമിലി ഇതൊരു എന്താ പറയുക, മഞ്ഞു പോലൊരു ഫാമിലിയെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ മഞ്ഞുവിനെ മോശമാക്കി കാണിക്കാൻ ശ്രമിക്കുന്നവരോടൊക്കെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു, നിങ്ങൾക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഇനി അത് കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വിത്ത് സ്ക്രീൻഷോട്ട് ആണെങ്കിലും നമ്മൾ ആളുകളുടെ മുന്നിലേക്ക് അത് എത്തിക്കും എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഇതൊരു വാണിംഗ് ആയിട്ടോടി ഞാൻ പറയുവാണ് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ഈ ചാനലൊക്കെ തുടങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, നമ്മൾ യൂട്യൂബിലോട്ട് വരുമ്പോൾ ഒരുപാട് ഇന്റേണൽ പൊളിറ്റിക്സും തമ്മിത്തല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനിടയ്ക്കൊന്നും പെട്ടു പോകാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോലും ഇമാതിരി അടികൾ നമുക്ക് വരും. അത് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരുപാട് സ്നേഹം. ഇനിയും ഒരുപാട് ആളുകളുടെ പൊയ്മുഖങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൂടെ മുന്നോട്ട് ഞാനും പോവാണ്. കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് സ്നേഹം.